സമുദ്രതീരത്ത് വെച്ച് ഒരു കുട്ടിയുടെ ചെരുപ്പ് ഒരു തിര വന്ന് എടുത്തുകൊണ്ടുപോയി. കോപത്തിൽ കുട്ടി മണലിൽ ഇങ്ങനെ എഴുതി: സമുദ്രം ഒരു കള്ളനാണ്. മറ്റൊരു വശത്ത് മീൻപിടുത്തക്കാർക്ക് ധാരാളം മീൻ കിട്ടിയപ്പോൾ അവർ ഇങ്ങനെ എഴുതി: സമുദ്രം അന്നദാതാവാണ്. ഒരമ്മയുടെ മകൻ സമുദ്രത്തിൽ മുങ്ങി മരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ എഴുതി: സമുദ്രം ഒരു കൊലയാളിയാണ്. ഒരു ദരിദ്രനായ വൃദ്ധന് വിലയേറിയ ഒരു മുത്ത് ലഭിച്ചപ്പോൾ അയാൾ ഇങ്ങനെ എഴുതി: സമുദ്രം ഒരു മഹാദാനിയാണ്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി ഒരു തിര വന്ന് ആ എഴുത്തുകളെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് മായ്ച്ചു കളഞ്ഞു. സമുദ്രം ആളുകളുടെ അഭിപ്രായങ്ങളെ കാര്യമാക്കുന്നില്ല. അതിൻ്റെ സന്തോഷവും പ്രക്ഷുബ്ധതയും ശാന്തതയുമെല്ലാം അത് സ്വയം തീരുമാനിക്കുന്നു. ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ ലോകത്തിൻ്റെ വിധികളെ ആശ്രയിക്കാതെ സ്വന്തം രീതിയിൽ ജീവിക്കാൻ പഠിക്കണം.